എൻ്റെ അടുത്ത് ഒരുപാട് ജൂനിയർ എഞ്ചിനീയേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ സാലറിയിൽ ഒരു ഓഫർ വന്നു, ഞാനവിടെ ട്രൈ ചെയ്യണോ വേണ്ട എന്ന്, അല്ലെങ്കിൽ ഞാനവിടെ ജോയിൻ ചെയ്യണോ വേണ്ട എന്നുള്ളത്. സോ ഞാനിവിടെ ജൂനിയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ 1 വർഷം 1 to 3 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ജൂനിയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിന് ആൻസർ ഞാനൊരു സ്റ്റോറിക്കകത്തോടെ പറഞ്ഞുതരാം. സോ എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ക്യാമ്പസിൽ നിന്ന് അവർ 2 കമ്പനിയിൽ പ്ലേസ് ആയി. റിയൽ ലൈഫ് സ്റ്റോറിയാണേ. 2 കമ്പനിയിൽ പ്ലേസ് ആയി. അപ്പം ആദ്യത്തെ ആൾ കമ്പനി എ പ്ലേസ് ആയി, രണ്ടാമത്തെ ആൾ കമ്പനി ബി പ്ലേസ് ആയി. സോ ഞാൻ കമ്പനിയുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം ദാറ്റ്സ് നോട്ട് ഓഫ് അവർ ബിസിനസ് അറ്റ് ദിസ് പോയിന്റ്. സോ കമ്പനി എ എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പനിയായിരുന്നു. കമ്പനി ബി എന്ന് പറയുന്നത് ഒരു MNC ആയിരുന്നു. കമ്പനി എയിലെ സ്റ്റാർട്ടിംഗ് സാലറി 25,000 രൂപയായിരുന്നു. കമ്പനി ബിയുടെ സ്റ്റാർട്ടിംഗ് സാലറി 40,000 രൂപയായിരുന്നു. സോ കമ്പനി എ ജോയിൻ ചെയ്ത ഫ്രണ്ടിന് 25,000 രൂപയും കമ്പനി ബിയിൽ 40,000 രൂപയും. സോ കമ്പനി ബി ജോയിൻ ചെയ്ത ഫ്രണ്ട്, കമ്പനി ബി ഒരു MNC ആയിരുന്നേ. സോ അവിടെ ജോയിൻ ചെയ്ത ഫ്രണ്ടിന് അവന് കിട്ടിയതൊരു മെയിൻ്റനൻസ് വർക്ക് ഒരു പ്രൊജക്റ്റാണ്. അതായത് ആ പ്രൊജക്റ്റിൽ കാര്യമായിട്ട് ഇന്നോവേഷൻസ് നടക്കുന്നില്ല, പണിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവന് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഒക്കെ ഉണ്ട്. പക്ഷേ മാസം 40,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. സോ കമ്പനി എയിൽ നല്ല പട്ടിപ്പണിയാണ്, നല്ല പണി, കഷ്ടപ്പെട്ട് പണിയെടുക്കണം. സാലറി 25,000 രൂപയേ ഉള്ളൂ. പക്ഷേ അതൊരു നല്ല ഇന്നോവേഷൻസ് നടക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഒരുപാട് ടെക് സ്കിൽസും ഒരുപാട് സ്കിൽസും പഠിക്കേണ്ടി വരും. സോ 2 പേരും ഇങ്ങനെ കടന്നുപോയി. ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവർ 2 പേരും ഒരു ജോലി സ്വിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കമ്പനി എയിലെ നമ്മുടെ ഫ്രണ്ട് ജോലി നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ അവന് പെട്ടെന്ന് തന്നെ വേറൊരു പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് ജോലി കിട്ടുകയും ഒരു 6 ഇരട്ടി സാലറിയിൽ അവന് ഒരു ജോലി അവിടെ ഉടനെ തന്നെ കിട്ടുകയും ചെയ്തു. കാരണം അവന് അക്വയർ ചെയ്ത സ്കില്ല് വളരെ റെലവൻ്റ് ആയിട്ടുള്ള, വളരെ ഹോട്ട് ആയിട്ടുള്ള സ്കിൽസാണ് അവന് ഫസ്റ്റ് പ്രോജക്റ്റ് അവന് ആദ്യത്തെ കമ്പനിയിൽ നിന്ന് അവൻ അക്വയർ ചെയ്തത്. പക്ഷേ നമ്മുടെ സെക്കൻഡ് കമ്പനിയിലെ ഫ്രണ്ടിന് അവൻ ജോലിക്ക് കോൾ കിട്ടാൻ തന്നെ പ്രയാസമായിരുന്നു, അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അവനെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനും പ്രയാസമായിരുന്നു. കാരണം അവന് അക്വയർ ചെയ്ത സ്കിൽസ് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡുള്ള സ്കിൽസ് ആയിരുന്നില്ല. കാരണം അവൻ വർക്ക് ചെയ്തിരുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റിലായിരുന്നില്ല, മെയിൻ്റനൻസ് പ്രോജക്റ്റിലൊക്കെയായിരുന്നു കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാണുന്നത് കരുതുന്നു. സോ നമ്മൾ ഒരു ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ നമ്മൾ സാലറി മാത്രം നോക്കാതെ നമുക്ക് എന്തൊക്കെ ലേൺ ചെയ്യാൻ പറ്റും എന്നൂടെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ സ്വിച്ച് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുക. സാലറി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏത് ഡൊമൈനിലാണ്, ഏത് സ്കിൽസാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ലേൺ ചെയ്യാൻ പോകുന്നത്. നല്ല ഹോട്ട് സ്കിൽസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് സാലറി കുറവാണെങ്കിലും നിങ്ങൾക്ക് അത് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് പിന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ പിന്നെ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടും. നമ്മുടെ ചാനലിൽ ഇതുപോലെ IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഡൊമൈനിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ ടിൽ സീൻ ദ നെക്സ്റ്റ് വീഡിയോ, ടിൽ ദെൻ ഗുഡ് ബൈ.